എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും നമുക്ക് സ്വന്തമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിലും നാം നമ്മിൽ വിശ്വാസം അർപ്പിക്കാതെ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാറുണ്ട്, അല്ലേ? ഒരിക്കൽ ഒരു മുക്കുവൻ്റെ വലയിൽ ഒരു മനോഹരമായൊരു പെട്ടി കുടുങ്ങി. അയാൾ ആ പെട്ടിയും കിട്ടിയ മത്സ്യങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി. അയാൾക്ക് ആകാംക്ഷയായി, ഈ പെട്ടിയിൽ എന്തായിരിക്കും? അയാൾ അതിൻ്റെ പൂട്ട് കുത്തി തുറന്നു നോക്കി. അപ്പോൾ അതിൽ കുറേ താളിയോലകളും തൂവലുകളുമായിരുന്നു. മുക്കുവന് ഇത് കണ്ട് ഒന്നും മനസ്സിലായില്ല. മുക്കുവൻ ആ പെട്ടിയുമായി ഒരു ജ്ഞാനിയുടെ അടുത്തെത്തി. ആ താളിയോല എടുത്തു വായിച്ച് ആ ജ്ഞാനി പറഞ്ഞു, "ഓ, ഇതൊരത്ഭുത പെട്ടിയാണ്. ഇത് നിങ്ങൾ ആരും കാണാതെ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കണം. നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും." വളരെ സന്തോഷത്തോടെ തന്നെ മുക്കുവൻ ആ പെട്ടി മനോഹരമായ ഒരു തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചു. കുറേ മാസങ്ങൾ കടന്നുപോയിട്ടും മുക്കുവന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഇത് കണ്ട് മുക്കുവന് സംശയമായി. വീണ്ടും അയാൾ ആ പറഞ്ഞു കൊടുത്ത ജ്ഞാനിയെ തേടി പുറപ്പെട്ടു. അപ്പോഴാണ് അറിഞ്ഞത് ആ ജ്ഞാനി അവിടെ നിന്നും ഏതോ നഗരത്തിലേക്ക് സ്ഥലം മാറിപ്പോയെന്ന്. വീണ്ടും മുക്കുവൻ മറ്റൊരു ജ്ഞാനിയെ തെരഞ്ഞ് തൻ്റെ താളിയോല പരിശോധിക്കാൻ കൊടുത്തു. ആ ജ്ഞാനിയും ഈ താളിയോല വായിച്ചിട്ട് പറഞ്ഞു, "ഇത് ഒരു അത്ഭുത പെട്ടിയാണ്. നിങ്ങളിത് ആരെയും കാണിക്കേണ്ട. വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക. തീർച്ചയായും ഐശ്വര്യം വന്നു ചേരും." ഇത് കേട്ട് മുക്കുവൻ വീണ്ടും ആ പെട്ടിയുമായി വീട്ടിലേക്ക് മടങ്ങി. 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും മുക്കുവന് ഒരു ഐശ്വര്യവും പ്രത്യേകമായി ഉണ്ടായില്ല. അങ്ങനെ അയാൾ രണ്ടാമത് പറഞ്ഞ ജ്ഞാനിയെ തേടി പുറപ്പെട്ടു. അപ്പോഴാണ് അറിഞ്ഞത് അയാളും അവിടെ നിന്ന് സ്ഥലം മാറി എവിടേക്കോ പോയി. വീണ്ടും മുക്കുവൻ ആ പെട്ടി മറ്റൊരാളെ കാണിക്കാനായി കൊണ്ടുപോയി. അയാളും അത് തുറന്നു നോക്കി താളിയോല എടുത്തു വായിച്ചു. മുക്കുവനോട് പറഞ്ഞു, "ഇതൊരത്ഭുത പെട്ടിയാണ്. നിങ്ങളിത് വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഐശ്വര്യം വന്നു ചേരും." ഇത് കേട്ട് മുക്കുവൻ വീണ്ടും പെട്ടിയുമായി തിരികെ വീട്ടിലെത്തി. ദിവസങ്ങൾ കടന്നുപോയി. ആയിടെ മുക്കുവന് വല്ലാതെ വയ്യാതെയായി. മുക്കുവൻ വല്ലാത്ത സംശയം തോന്നി. അവസാനം ഈ പെട്ടി തുറന്ന് മകനോട് പറഞ്ഞു, "ഇത് ആ കടലിൽ തന്നെ കൊണ്ടുപോയി ഉപേക്ഷിക്കൂ. നമുക്കിതുകൊണ്ട് ഒരു ഐശ്വര്യവും വന്നു ചേരില്ല." ഇത് കൊണ്ടുപോകുന്നതിനിടെ മുക്കുവൻ്റെ മകൻ ആ താളിയോല ഒന്ന് തുറന്നു വായിച്ചു നോക്കി. അപ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്നത് അവന് മനസ്സിലായത്. കിഴക്കുഭാഗത്തുള്ള ആ മലയുടെ അടിയിലായി വലിയൊരു പാറയുണ്ട്. ആ പാറയ്ക്കുള്ളിൽ 3 അറകളിലായി അനേകം സ്വർണ്ണനിധികളുണ്ട്. അപ്പോൾ ആ പാറയുടെ ഗുഹയിലേക്കുള്ള വഴികളും പെട്ടിയുടെ ഓരോ അറയിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ്, "ഓ, ഇതായിരുന്നു കാര്യം." അങ്ങനെ പെട്ടെന്ന് തന്നെ മുക്കുവനും മകനും കൂടെ ആ മല കയറി ആ പാറയ്ക്കുള്ളിലെത്തി. ആ ഗുഹയിലേക്ക് കടന്നു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ 3 ഗുഹകളിലും 3 അറകളിലുമുള്ള സ്വർണ്ണനിധികൾ അവിടെ ഇല്ല. അതാരോ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അപ്പോഴാണ് മുക്കുവന് മനസ്സിലായത് താൻ 3 ജ്ഞാനികളെയാണ് ഇത് കാണിച്ചത്. അവരാരും ഇപ്പോൾ ഇവിടെയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ, വായിച്ചു മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കിക്കൂടെ? അത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് നമ്മൾ അവരെ അന്ധമായി വിശ്വസിച്ചതാണ് ഈ മുക്കുവന് പറ്റിയ തെറ്റ്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നമ്മുടെ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സ്വന്തമായി ചെയ്യാം. ഈ മുക്കുവനെ പോലെ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.